സ്വകാര്യ ആശുപത്രിക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം പലർക്കും നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവവികാസം. കൊല്ലം മീയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജിൽ രോഗിക്ക് നൽകിയ ബില്ലിലെ ചില കൃത്രിമത്വങ്ങളെക്കുറിച്ച് നേരിട്ട് ചോദിച്ച് എങ്ങനെയാണ് ഈ തുകയായി എന്ന് ചോദിക്കുമ്പോൾ അധികൃതർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ചികിത്സാ കൊള്ളയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. ആശുപത്രി ചികിത്സയ്ക്ക് തോന്നുംപടി ബില്ലിട്ട് വരുന്ന രോഗികളെ പിഴിയുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തുറന്നുകാട്ടൽ. 82,000 രൂപ എന്താ ചെയ്തിട്ടാ? ഏത് വകുപ്പില? ബില്ലൊന്ന് കാട്ടെ. പള്ളി പോയി പറഞ്ഞാൽ മതി, നിങ്ങളങ്ങ് എടുത്തോ. സാറേ, ഇത് ഏത് രീതിയിൽ 82,100 രൂപ? എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സാറ് വെളിയിൽ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. ഞാനൊരു അല്ല, ഓക്കെ സാർ, 82,150 രൂപ ഏത് രീതിയിലാണ് ഈ പേഷ്യന്റ് വരുന്നത്? ഓക്കെ, ഞങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ്, ഡോക്ടർ ആരെ കൺസേൺഡ് പേഴ്സണെ ഞങ്ങൾക്ക് കാണണം. നിങ്ങളത് ബില്ലിങ് ആവണം. ഞങ്ങൾക്കത് ഓക്കെ, ഞങ്ങൾ കൺസേൺഡ് പേഷ്യന്റ്. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞ സാറിന്റെ അടുത്ത് ഇല്ല, ഞങ്ങള് കാരണം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് ഞങ്ങൾ മെനിങ്ങാന്ന് പോലും ഗോകുലം മെഡിക്കൽ കോളേജിൽ ഒരു ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാറ്റണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് എത്ര മണിക്കാ അനീഷ് എത്ര മണിക്കാണ് ഈ ലാബ് റിപ്പോർട്ട് വന്നത്? ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് ഇവര് അവര് നമ്മളെ ഇൻഫോം ചെയ്തില്ല. എത്ര മണിക്കാ? പിന്നെ ഇവര് വൈകുന്നേരം 8 മണിക്കല്ലേ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്നത്? 8 ഇപ്പം പറയുന്നത് എന്തോ പറയുന്നേ? ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, എത്ര പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? ഇത്രയും പൈസ മേടിക്കുന്നില്ല. ഇയാസ് 10,000-15,000 രൂപ മേടിക്കത്തുള്ളൂ. നിങ്ങളെന്ത് നിങ്ങൾ സ്റ്റാഫിന് പൈസ കൊടുക്കണം. ഞങ്ങളെ പാമ്പടെ പിടിച്ചാൽ കൊടുക്കുന്നത് പിടിയോ? രണ്ടു ദിവസം അവിടെ കിടത്തിന് പച്ചവെള്ളം കുത്തിയതിന് 80,000 അത് റെഡിയായി വേണ്ടില്ല. ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നു. ഷിഫ്റ്റ് ചെയ്യണ്ട, ഇവിടെ ഓക്കെയാണെന്ന് പറഞ്ഞത് ഇപ്പൊ 8 മണിക്ക് പറയും. ഉച്ചയ്ക്ക് വന്ന ലാബ് റിപ്പോർട്ട് ഉച്ചയ്ക്ക് വന്നിട്ടും അതിനകത്ത് വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് അതുവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പം പറയുക ക്രിട്ടിക്കലാണ്, എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. 82,000 രൂപയുടെ ബില്ല്. വെള്ളരിക്കപ്പെടണം. അവരെന്ത് വിചാരിക്കുന്നത്? നമുക്കെന്തോന്നും അറിയത്തില്ല, പൊട്ടന്മാരാന്ന് വിചാരിക്കും. പള്ളി പോയി പറഞ്ഞാൽ മതി. അന്ന് അവർ അന്നേ പറഞ്ഞ നമ്മൾ അന്നേ ഷിഫ്റ്റ് ചെയ്തില്ല. ഇപ്പൊ പറയ ക്രിട്ടിക്കലാണ്. എന്റെ പൊന്ന് ചേട്ടാ, ഇത് ഒന്നും ആയില്ല. അവർ ഒന്നോടെ നശിപ്പിച്ച് തന്നതേ ഉള്ളൂ. ഈ നശിപ്പിച്ചതിന് പൈസ അവർക്ക് 80,000 കൊടുക്കണമെന്ന്. ഒരു ബോഡി ഒരു മനുഷ്യനെ നശിപ്പിച്ച് തന്നതിന് 80,000 അങ്ങോട്ട് കൊടുക്കണം. 85,000. അത് എത്രയും പെട്ടെന്ന് ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഒന്നാ കൊടുക്കുന്നു. അതെന്തോ അത് പിന്നല്ല എന്തോ അല്ല, അവരെടുത്തങ്ങ് തിന്നട്ടെ. അല്ല, നമ്മൾ മെനിങ്ങാന്നേ പറയുന്നു ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. അത് വേണ്ട, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അല്ല, കുഴപ്പമില്ല. നോ പ്രോബ്ലം. അതൊന്നും പ്രശ്നമില്ല മാഷെ, അതൊന്നും പ്രശ്നമില്ല.
ഇല്ല 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 അല്ല ചേട്ടാ അങ്ങനെ അങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ പറയല്ലേ, ഇതങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ പറയല്ലേ. നിങ്ങൾക്ക് 6 മണിക്ക് അല്ല, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് അല്ലയോ ചേട്ടാ, ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? നിങ്ങൾ ഞാനേ മീഡിയയുടെ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുച്ഛിച്ച മെനങ്ങാതെ ഞങ്ങൾ 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നപ്പോ ഇവിടെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു അവരുടെ കയ്യിലെ കുഴപ്പമാണ്. ഇവിടെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ നടന്ന എന്തുവായിരുന്നു? അല്ല ഐസിയു അല്ല, ഇവിടെ എന്തുവാ പറയുന്നേ, ട്രോമ കെയർ യൂണിറ്റ് ആണല്ലോ, ട്രോമ കെയർ യൂണിറ്റ് ആണല്ലോ. അതിന്റെ ഫ്രണ്ടിൽ നടന്ന കാര്യം എന്തുവായിരുന്നു? മെനങ്ങാതെ നടന്ന കാര്യം എന്തുവായിരുന്നു? ഇവിടെ ഒരു പേഷ്യന്റിന്റെ ഒരു 10-25 റിലേറ്റീവ്സ് വന്ന് ഇവിടെ നടന്ന കാര്യം എന്തുവായിരുന്നു? അയ്യോ എന്റെ ദൈവമേ, നമ്മൾ കണ്ടില്ല. ഇവിടെ എന്തുവായിരുന്നു? ഇവിടെ അവര് വന്ന് ഇത് ഇടിച്ചു തള്ളി അകത്ത് കയറിയിട്ട് എന്തെല്ലാം വിഷയങ്ങളാണ്. എന്തിനായിരുന്നു എന്ന് പറ, പറയൂ. കുഴപ്പമില്ല, താങ്കൾ തന്നെ പറഞ്ഞു എന്തിനാന്ന് പറഞ്ഞു. അല്ല, ഇവിടെ അന്നേരം മെനങ്ങാതെ നടന്ന വിഷയങ്ങളൊന്നും ഇല്ലയോ? അല്ല, ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരി, ഓക്കെ, ഞാൻ എന്റെ പേഷ്യന്റിന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് അല്ല എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാ. അനീഷിക്കുമാ താങ്കളുടെ വൈഫ് ഉണ്ടായിരുന്നു, റിലേറ്റീവ് വേറെ ആൾക്കാരുണ്ടായിരുന്നു. അല്ല പുച്ഛിച്ച് അല്ല താങ്കൾ പുച്ഛിച്ച് കളയുന്ന പല കാര്യങ്ങൾ. സാറേ, നമ്മൾ ആരെയൊക്കെ കണ്ടാന്ന് എന്താണ്, നിങ്ങൾക്ക് എന്താ അച്ഛന്റെ അവസ്ഥകൾ എന്താണെന്നുള്ളതും അറിയാമായിരുന്നു. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ അകത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മെനങ്ങാതെ അവന്മാര് വന്നപ്പോ ഒരു പെണ്ണിനെ മാത്രം വിളിച്ച് സംസാരിച്ച്, അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ച് സംസാരിക്കുക, പെണ്ണിനെ മാത്രം വിളിച്ച് സംസാരിച്ച് നൈസ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ കേട്ടയാണ്, ഞങ്ങൾ കണ്ടതാണ്. ഓക്കെ യു ടോക്ക് ടു ഹിം. ഓക്കെ, വിളിച്ചോ, നോ പ്രോബ്ലം. വിളിച്ചോ. മീഡിയ സൈഡ് എന്ന് പറയുന്നത് മീഡിയ ആൾക്കാർക്ക് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഇതല്ല. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിന് യൂസ് ചെയ്യാം, അല്ലാണ്ടിന് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് വന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിരിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവും? അതേപോലെ തന്നെയാണ് മറ്റുള്ള പെർമിഷൻ ഇല്ലാണ്ട് ആളുടെ വീഡിയോ എടുക്കുന്നതും ആള് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ആളോട് പറഞ്ഞു, ആളുടെ മകന് കാര്യങ്ങൾ അറിയാം, ആളുടെ കണ്ടീഷൻസ് അറിയാം, അത് വ്യക്തമായി സർജൻ വന്ന് സംസാരിക്കേണ്ടതാണെങ്കിൽ സർജൻ ഇന്ന് ഡ്യൂട്ടിയിലുള്ള എല്ലാ ദിവസവും ഒരാളല്ല ഡ്യൂട്ടിയിൽ ഉണ്ടാവാം. ഇന്ന് ഓൺ ഡ്യൂട്ടിയിലുള്ള സർജൻ സംസാരിച്ചായിരുന്നു. താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, യു ബെറ്റർ ഷട്ട് അപ്പ്. കണ്ടില്ലേ, കേരളത്തിൽ നിയന്ത്രണമില്ലാത്ത രീതിയിൽ ചികിത്സ എന്ന പേരിൽ വരുന്ന രോഗികളെ ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികളുടെ കുത്തഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് ഇത്. ചിലപ്പോൾ ആ പ്രതികരിച്ച വ്യക്തിക്ക് മാത്രം നേരിട്ട വിഷയമല്ല, പലയിടങ്ങളിലും പലർക്കും പല ആശുപത്രികളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും കേരളത്തിൽ ഏറ്റവും അടിയന്തരമായി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടേണ്ട ഒരിടമാണ്. ചികിത്സയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും അതിനോടൊപ്പം തന്നെ വരുന്ന രോഗികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നേരത്തെയും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ അവരുടെ ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുമുണ്ട്.